അപ്പോൾ നമ്മുടെ PLL സീരീസിലെ അൽഗോരിതം സീരീസിലെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന PLL അൽഗോരിതം കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് കുറച്ച് മനസ്സിലാവുള്ളൂ. ഡബിൾ സൈക്കിൾ അല്ലെങ്കിൽ G പെർമെൻറ്റേഷൻ എന്നൊക്കെ പറയും. ഭയങ്കര കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒറ്റൊരു കോർണർ പീസ് നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും. അതേപോലെ ഒരു സൈഡ് പീസും സോൾവ് ആയി കിട്ടും. ഈ കോർണർ പീസും സൈഡ് പീസും ഇങ്ങനെ ഈ ഒരു ചേർന്ന രീതിയിൽ സോൾവ് ആയി കിട്ടും. ഇവിടെ ഇതും സോൾവ് ആണ്, ഇതും സോൾവ്, ബാക്കി ഇതൊന്നും സോൾവ് അല്ല. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നിങ്ങൾ ക്യൂബിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പീസ് ഓറഞ്ച്, ബ്ലൂ, യെല്ലോ പീസ് നേരെ ഇവിടേക്ക് പോകും. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകും. ഇവിടെയുള്ള ഈ ഒരു പീസ് ഇവിടേക്ക് വരും. അതായത് റെഡ്, ബ്ലൂ, യെല്ലോ പീസ് ഇവിടേക്ക് വരും. ഇവിടെയുള്ള റെഡ്, ഗ്രീൻ, യെല്ലോ പീസും നേരെ ഇവിടേക്ക് വരും. അതായത് ഇങ്ങനെ ഒരു ഇത്, അതായത് ആൻറ്റി ക്ലോക്ക് ആണ്. ഇതിൻ്റെ ക്ലോക്ക് വൈസും ഉണ്ട്, ഇത് ആൻറ്റി ക്ലോക്ക് ആണ്. അതായത് ഈ കോർണർ പീസും ആൻറ്റി ക്ലോക്കാ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറച്ചിട്ട് ഈ സൈഡ് പീസുകൾ ക്ലോക്ക് വൈസും ആണ് വരിക. അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവരുത്, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും. എന്നാലും ഞാൻ പറയാം, ഈ ഒരു പീസ് ഇവിടേക്ക് വരും, ഈ ഒരു പീസ് ഇവിടേക്ക് വരും, ഇവിടെയുള്ള പീസ് ഇങ്ങോട്ട് വരും. അതേപോലെ ഈ ഒരു ബ്ലൂ, യെല്ലോ പീസ് നേരെ ഇവിടേക്ക് വരും, അതായത് ക്ലോക്ക് വൈസിലാട്ടോ, ഇങ്ങോട്ട് വരും. ഇവിടെയുള്ള ഓറഞ്ച് പീസ് ഇവിടേക്ക് വരും, ഇവിടെയുള്ള റെഡ് പീസ് ഇങ്ങോട്ട് വരും. അപ്പോൾ സോൾവ് ആയി കിടക്കുന്ന പീസ് ഈ റൈറ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് F ഇൻവേഴ്സ് U ഇൻവേഴ്സ് FR2 സ്മോൾ u. സ്മോൾ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് രണ്ടും. R ഇൻവേഴ്സ് U ഇൻവേഴ്സ് U ഇൻവേഴ്സ് ആണ്, അതായത് സ്മോൾ u ആണ്. U ഇൻവേഴ്സ് R2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ആവും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അൽഗോരിതമാണ്. ഇത് നിങ്ങൾ കുറച്ച് ലെങ്തി ആണ്, അതായത് മനസ്സിലാക്കാൻ കുറച്ച് ലെങ്തി ആണ്. ഇക്വേഷൻ കുറച്ച് ചെറുതാണ്. ഇതിൽ പുതിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് U ആണ്. സ്മോൾ u എന്ന് പറയുന്നത് ടോപ്പ് രണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്, സ്മോൾ u എന്നുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. നല്ലപോലെ GB എന്ന് ഇതിന് പറയാൻ പറ്റും, അതായത് G പെർമെൻറ്റേഷൻ എന്നൊക്കെയാണ് ഇതിന് പറയുക. അപ്പോൾ ഈ ഒരു സോൾവ് നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.